ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളിതാ ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും ഇതിൻ്റെ ഒരു കുറച്ചധികം പാക്കറ്റ്സ് നമുക്കുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഈ ഒരു സാധനമാണ്. റെഡും റോസ് കളറുമാണ്, നമുക്ക് ബേബി പിങ്ക് കളറുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിത് വിചാരിച്ചായിരുന്നത് ഫറിൻ്റെ സ്ട്രിപ്സുകളാണെന്ന് വിചാരിച്ചായിരുന്നു. ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 7-8 മാസത്തിന് മുകളിലായി നമുക്ക് ഈ സംഭവം കിട്ടിയിട്ട്. പക്ഷേ ഇത് ഇപ്പോഴാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയത്. ആക്ച്വലി ഇത് നമുക്ക് വേസ്റ്റ് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ. ഇപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഫറല്ല, ഫെദറാണ്. നമ്മൾ ഡ്രീം ക്യാച്ചറിനൊക്കെ വാങ്ങിക്കുമല്ലോ കളേർഡ് ഫെദേഴ്സ്, അതുപോലത്തെ ഫെദറുകളാണിത്. ഇതാ കണ്ടോ, ഫെദറുകളാണിത്. ഇപ്പോൾ ശരിക്കും ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത് ഫറാണെന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊരു ഹെയർ ബാൻഡ് കാണിക്കാമെന്ന്. അപ്പം നമ്മളിതാ ഞാനൊരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഗ്ലൂ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് ഹോട്ട് ഗ്ലൂ ആണ്. നമുക്ക് ആദ്യം കഴിഞ്ഞ ഹെയർ ബാൻഡ് ചെയ്ത പോലെ തന്നെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ഗ്ലൂ അപ്ലൈ ചെയ്യാണ് കേട്ടോ ഞാൻ ആദ്യം ചെയ്യണത്. കുറച്ചുകൂടെ ചാടി, കുറച്ചധികമായിട്ട് ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്ട്രിപ്പിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. ഈ ത്രെഡൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിതിനെ നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ ഫെദറിൻ്റെ ഈ തുമ്പുകളൊന്നും അതിലേക്ക് വല്ലാതെ ഒട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് നമുക്ക് ഗൾഫിൽ നിന്ന് വന്ന സംഭവമായിരുന്നു. ഞാനിത് ഏതെങ്കിലും ഫ്രോക്കിൽ വെച്ച് തയ്ക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതെടുത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്നോർത്ത് എടുത്തത്. സിമ്പിളായിട്ട് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. ഒട്ടിച്ചുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ബാലൻസ് ഉള്ള ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിനി ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് ഈ സൈഡിലും നിൽക്കണ ഈ ത്രെഡിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ഒരു നമ്മുടെ ചെവിയുടെ ഭാഗത്ത് വരുന്ന ആ ഭാഗത്ത് വേണമെങ്കിൽ ഫെദറിനെ കുറച്ചൊന്ന് ചെറുതാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ചെറുതാക്കാം. കണ്ടല്ലോ, ചെവിയുടെ കുട്ടികളുടെ ചെവിയുടെ ബാക്കിലേക്ക് വരുന്ന ആ ഒരു പോർഷൻ മാത്രം കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ അതുപോലെ തന്നെ നിർത്താം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബീഡൊക്കെ അറ്റാച്ച് ചെയ്യാം. വലിയ ബീഡോ അല്ലെങ്കിൽ ഒരു ബോയോ ഒക്കെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. പക്ഷേ അത് ഓവറായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്രയും തന്നെ
നല്ല നെറ്റ് ഫ്രോക്കിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു ഹെയർ ബാൻഡ് നല്ല ഭംഗിയായിരിക്കും. കൊച്ചു കുട്ടികൾക്കായിരിക്കും കൂടുതലും ഭംഗിയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.